ആദിവാസി മേഖലകളടങ്ങുന്ന മാങ്കുളത്തോട് KSRTC അവഗണന പുലർത്തുന്നുവെന്നാണ് പരാതി. പുലർച്ചെ പുറപ്പെട്ട് ഉച്ചയ്ക്ക് മുമ്പായി തിരുവല്ലയിലും കോട്ടയത്തുമൊക്കെ എത്തുന്ന രീതിയിലായിരുന്നു മുമ്പ് മാങ്കുളത്തു നിന്നും ദീർഘദൂര സർവീസുകൾ നടന്നു വന്നിരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ്, മഹാത്മാഗാന്ധി സർവകലാശാല തുടങ്ങിയ ഇടങ്ങളിലേക്കൊക്കെ വിവിധ ആവശ്യങ്ങൾക്ക് പോയിരുന്ന ആളുകൾക്ക് ഈ ദീർഘദൂര സർവീസുകൾ സഹായകരമായിരുന്നു. അയൽ ജില്ലകളിൽ പോകുന്ന ആളുകൾക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള മടക്കയാത്രയ്ക്കും ഈ ദീർഘദൂര സർവീസുകൾ പ്രയോജനം ചെയ്തിരുന്നു. KSRTC രാവിലെ 5:20 ആനക്കുളത്ത് നിന്നും പുറപ്പെട്ടിരുന്ന KSRTC തിരുവല്ല ആനക്കുളം KSRTC നിലച്ചിട്ടിപ്പോൾ 4-5 വർഷത്തോളമായി. ആ സർവീസ് മാങ്കുളത്ത് ജനങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നതിനും മറ്റ് ദൂര സ്ഥലങ്ങളിലേക്ക് അതിരാവിലെ പോകുന്നതിനുള്ള ഏക യാത്രാമാർഗമായിരുന്നു. അതുപോലെ തന്നെ രാവിലെ തന്നെ കോട്ടയത്തിനുണ്ടായിരുന്ന മറ്റൊരു KSRTC നിലച്ചിട്ടും വർഷങ്ങളായി. ഈ കോവിഡ് കാലത്താണ് നിർത്തിയതെങ്കിലും കോവിഡിന് ശേഷവും പുനരാരംഭിക്കുവാനായിട്ട് അധികൃതർ തയ്യാറായിട്ടില്ല. അതുപോലെ ഷട്ടിൽ സർവീസ്, മൂന്നാറുണ്ടായിരുന്ന സർവീസുകൾ ഇതെല്ലാം നിലച്ചിരിക്കുകയാണ്. രാവിലെ 11 മാങ്കുളത്തു നിന്നും എറണാകുളത്തേക്ക് നടന്നു വന്നിരുന്ന ദീർഘദൂര സർവീസും നിലച്ചിട്ട് നാളുകളേറെയായി. വൈകിട്ട് 4 അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്ക് നടന്നു വന്നിരുന്ന KSRTC സർവീസും ഇല്ലാതായി. മുമ്പ് രാവിലെയും വൈകുന്നേരവും മാങ്കുളത്തു നിന്ന് മൂന്നാറിലേക്കും ഓരോ KSRTC ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. നടന്നു വന്നിരുന്ന ഒട്ടുമിക്ക KSRTC സർവീസുകളും മികച്ച വരുമാനം ഉള്ളവയായിരുന്നു. നല്ല നിലയിൽ നടന്നു വന്നിരുന്ന സർവീസുകൾ പലതുമാണ് ആളുകൾക്ക് യാത്രാ ദുരിതം സമ്മാനിച്ച് ഇല്ലാതാക്കിയത്. വൈകിട്ട് 6:10 അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള അവസാന ബസ്. മുമ്പ് 7-നും 7:20-നുമായി ഒരു KSRTC ബസ്സും സ്വകാര്യ ബസ്സും സർവീസ് നടത്തിയിരുന്നു. അവ രണ്ടും നിലച്ചതോടെ വൈകിട്ട് അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള യാത്രാക്ലേശവും രൂക്ഷമായി. ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുന്നവർ പലപ്പോഴും മാങ്കുളത്തേക്കുള്ള തുടർ യാത്രയ്ക്ക് പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.